ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഒരു വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള കാർഷിക സർവകലാശാല. അപ്പോൾ കേരള കാർഷിക സർവകലാശാലയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയായി മാറുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉപേക്ഷിക്കപ്പെട്ട പശുക്കളെ കണ്ടെത്താനും അവയ്ക്ക് പരിചരണം നൽകാനും ലക്ഷ്യമിട്ടുള്ള പശു സെൻസസ് നടത്തുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശാണ് ഉപേക്ഷിക്കപ്പെട്ട പശുക്കളെ കണ്ടെത്താനും അവയ്ക്ക് പരിചരണം നൽകാനും ലക്ഷ്യമുള്ള പശു സെൻസസ് നടത്തുന്ന സംസ്ഥാനം. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പശുക്കളെ കണ്ടെത്താനും അവയ്ക്ക് പരിചരണം നൽകാനും ലക്ഷ്യമിട്ടുള്ള പശു സെൻസസ് നടത്തുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ S.K. വസന്തൻ. അപ്പോൾ ഡോക്ടർ S.K. വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ S.K. വസന്തനാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീകളെ അസഭ്യം പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയാണ് സ്ത്രീകളെ അസഭ്യം പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. അപ്പോൾ സ്ത്രീകളെ അസഭ്യം പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം. എംപോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മങ്കി പോക്സ്. അപ്പോൾ എംപോക്സ് എന്ന് പേര് മാറ്റാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ച രോഗം മങ്കി പോക്സ് ആണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന മങ്കി പോക്സിൻ്റെ പേരാണ് എംപോക്സ് എന്ന് മാറ്റാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം. 2022 പത്മശ്രീ നേടിയ ചുണ്ടേൽ ശങ്കരനാരായണ മേനോൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, കളരിപ്പയറ്റ്. ഇപ്പോൾ 2022 പത്മശ്രീ നേടിയ ചുണ്ടേൽ ശങ്കരനാരായണ മേനോൻ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2022 പത്മശ്രീ ലഭിച്ച ചുണ്ടേൽ ശങ്കരനാരായണ മേനോൻ കളരിപ്പയറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏതൊക്കെ ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് 3 വനിതാ റഫറിമാർ നിയന്ത്രിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോസ്റ്റാറിക്ക ജർമ്മനി. അപ്പോൾ കോസ്റ്റാറിക്ക ജർമ്മനി മത്സരമാണ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 വനിതാ റഫറിമാർ നിയന്ത്രിച്ചത്. ഫുട്ബോൾ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കോസ്റ്റാറിക്കയും ജർമ്മനിയും തമ്മിലുള്ള മത്സരമാണ് 3 വനിതാ റഫറിമാർ നിയന്ത്രിച്ചത്. അടുത്ത ചോദ്യം. സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനീമിയ രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിവ. അപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനീമിയ രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് വിവ. അപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് വിവ. സ്ത്രീകളിൽ ഉണ്ടാകുന്ന അനീമിയ രോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വിവ എന്ന പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ എ ആണ്, നീരജ് ചോപ്ര. അപ്പോൾ നീരജ് ചോപ്രയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരൻ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നേടിയ ഏക ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. അടുത്ത ചോദ്യം. സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് സ്കീം എത്ര വർഷത്തേക്കുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 4. അപ്പോൾ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് സ്കീം 4 വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് സ്കീം 4 വർഷത്തേക്കുള്ളതാണ്. അടുത്ത ചോദ്യം. ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷിയോഗ്യമായ നെൽവയലുകളുടെ ഉടമസ്ഥർക്ക് എല്ലാ വർഷവും റോയൽറ്റി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളം. ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷിയോഗ്യമായ നെൽവയലുകളുടെ ഉടമസ്ഥർക്ക് എല്ലാ വർഷവും റോയൽറ്റി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളമാണ് ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷിയോഗ്യമായ നെൽവയലുകളുടെ ഉടമസ്ഥർക്ക് എല്ലാ വർഷവും റോയൽറ്റി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. അടുത്ത ചോദ്യം. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ്. അപ്പോൾ ജപ്പാനാണ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. അടുത്ത ചോദ്യം.
ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഓപ്ഷൻ സി ആണ് KJ യേശുദാസ്. അപ്പോൾ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായത് KJ യേശുദാസ് ആണ്. അപ്പോൾ KJ യേശുദാസിനാണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.